അപ്പോൾ വലിയ പ്രശ്നം ഇവർക്ക്. അതുകൊണ്ടിപ്പോൾ അനിൽ ആൻ്റണിക്കെതിരെ വൃത്തികെട്ട ആരോപണം ഉന്നയിക്കാമെന്നാണ് ശ്രമിക്കുന്നത്. എനിക്ക് ചിരി വന്നു. എന്താണെന്ന് ചോദിച്ചാൽ 2013 അനിൽ ആൻ്റണി ഒരു വക്കീലിൻ്റെ നിയമനത്തിൽ 25 ലക്ഷം രൂപ മേടിച്ചതാണ് പരാതി. ആ പരാതി പറഞ്ഞ ആളുടെ വ്യക്തിത്വത്തെ പറ്റിയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അയാളുടെ സ്വാതന്ത്ര്യം. അയാൾ കോൺഗ്രസ്സുകാരൻ, എനിക്കത് എത്രയോ കൊല്ലമായിട്ടറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അയാൾ പറഞ്ഞത് ശരിയല്ല എന്ന് ആദ്യം പറഞ്ഞ ഒരാളാണ് പി ടി തോമസിനും പി ടി തോമസ് ഭാര്യയ്ക്ക് ഇത് അറിയാമെന്ന് ഈ ആരോപണം ഉന്നയിച്ച ആൾ പറഞ്ഞു. പക്ഷേ പി ടി തോമസിൻ്റെ ഭാര്യ ഉമ വളരെ മാന്യ സ്ത്രീയാണ്, അവർ കോൺഗ്രസ് തന്നെയാണ്. അവർ പറഞ്ഞത് എന്താ, ഈ ആരോപണ വിധേയൻ ശരിയല്ല, അയാൾ കോൺഗ്രസ്സുകാരനാണ്, പറഞ്ഞ് തെറ്റാണ്, അങ്ങനെ ഒരു സംഭവം എൻ്റെ ഭർത്താവിന് അറിയില്ല, എനിക്കറിയത്തില്ല, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അനിൽ ആൻ്റണി ക്ലിയറായി അതോടെ. അതിനൊക്കെ അപ്പുറത്തേനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, 2013 അനിൽ ആൻ്റണി അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ അത്ഭുതമില്ല. കോൺഗ്രസ്സാണ്, അയാളന്ന് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ലോകം മുഴുവൻ കൊള്ളയടിച്ചതുകൊണ്ടല്ലേ, ഇന്ത്യ രാജ്യം മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ടല്ലേ കോൺഗ്രസ് പരുവായി. അതല്ലേ ഞങ്ങളുടെ പരാതി. ബി ജെ പിയുടെ പരാതി ഏതാണ്? ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്ന കോൺഗ്രസിനെ നമുക്ക് നശിപ്പിക്കണം. ആ കോൺഗ്രസ് കേരളത്തിനും രാജ്യത്തിനും ഗുണകരമല്ല. ഇതാണ് നമ്മുടെ അഭിപ്രായം. അത് മോദിജിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജനങ്ങൾ മുഴുവൻ അഴിമതിക്കെതിരെ പോരാടുന്ന വലിയ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഉത്തരേന്ത്യ മുഴുവൻ പോയല്ലോ. കോൺഗ്രസിനോട് കയറാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി കരഞ്ഞുകൊണ്ട് ഓടി വന്ന് വയനാട്ടിൽ നിൽക്കുന്നത്. ആ പരുവായില്ലേ. അപ്പോൾ ഇനി കേരളമാണ് വ്യത്യാസം പറയുന്നത്. കേരളത്തിൽ മാറ്റം ഉണ്ടാവും. ഈ മാറ്റം വന്നേ ഞാൻ പറഞ്ഞു, കേരളത്തിൽ മാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇടത് വലത് മുന്നണി കളത്തരമാണെന്നും വഞ്ചനയാണെന്നും കടക്കണിയിലായ കേരളത്തിൽ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും ജനത്തിന് ബോധ്യമായി. ഇപ്പം നമ്മൾ ഗ്രാമീണ മേഖല ഓരോ വീട്ടിലോട്ട് ചെല്ലുമ്പോഴേ മോദിക്ക് ഓട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മോദിയുടെ സ്ഥാനാർത്ഥി ആരെന്ന് അന്വേഷണമുള്ളൂ, താമര ചിഹ്നം എവിടെയെന്ന് അന്വേഷിക്കുന്നുള്ളൂ. ആ നിലയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ മോദിക്ക് കൈപൊക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആളുണ്ടാവും കേരളത്തിൽ നിന്ന് എന്നതിൽ ഒരു സംശയം വേണ്ട. അതിലൊന്ന് പത്തനംതിട്ടയിലെ അനിൽ ആൻ്റണിയായിരിക്കും.